മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ ആദ്യ തീരുമാനങ്ങളിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി വിജയ്. 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സേന, ലഹരിക്കെതിരായ നടപടികൾക്കായി പ്രത്യേക പട്രോൾ സംഘം എന്നിവയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ തീരുമാനങ്ങൾ. 500 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗമുള്ള ഉപഭോക്താക്കൾക്കാണ് 200 യൂണിറ്റ് സൗജന്യമെന്നാണ് റിപ്പോർട്ടുകൾ. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതലയേറ്റു. പൊതുഭരണം, ആഭ്യന്തരം, പോലീസ് വകുപ്പുകളാണ് വിജയ് കൈകാര്യം ചെയ്യുക. തമിഴ്നാട്ടിൽ സുതാര്യമായ സർക്കാരാണ് ഭരണം നടത്തുകയെന്ന് വിജയ് പറഞ്ഞു. താൻ തെറ്റു ചെയ്യില്ല, തെറ്റു ചെയ്താൽ ആരെയും വെറുതെ വിടില്ല, അത് കൂടെയുള്ളവരായാൽ പോലും. വ്യാജ വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ വഞ്ചിക്കില്ല, സാധ്യമായ കാര്യങ്ങൾ മാത്രമേ പറയൂ. കോടിക്കണക്കിന് ജനങ്ങൾ എനിക്കൊപ്പം നിന്നാൽ എന്തും സാധ്യമാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്ന് വിജയ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ കടം 10 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ ഖജനാവ് പൂർണ്ണമായും ശൂന്യമായി. വലിയ ഭാരമാണ് സർക്കാരിനുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷമേ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയൂ. അത് വിലയിരുത്തിയ ശേഷം ധവളപത്രം പുറത്തിറക്കും. ജനങ്ങളോട് യഥാർത്ഥ അവസ്ഥ തുറന്നു പറയുകയും അവിടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സുതാര്യമായ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ആദ്യ ഉത്തരവാദിത്വമെന്നും വിജയ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.